ഹലോ മക്കളെ, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എറേഴ്സിൽ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ള എൻട്രീസ് ആണ് കൂടുതൽ നമ്മൾ റെക്ടിഫിക്കേഷനിൽ പഠിക്കുക. പക്ഷേ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ ഉള്ള റെക്ടിഫിക്കേഷൻ എൻട്രി വരാറുണ്ട്. ഐ മീൻ കോമ്പൗണ്ട് ജേണൽ എൻട്രികൾ റെക്ടിഫിക്കേഷനിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള എക്സാമ്പിൾ ആണ് പ്രാക്ടീസ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സി നോക്കിക്കോളൂ. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ₹4,000 ഫ്രം മുംതാസ് entered through the sales book. നല്ല വ്യത്യാസമല്ലേ? കാരണം ക്രെഡിറ്റ് പർച്ചേസ് ആണ് ആക്ച്വൽ, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തത് സെയിൽസ് ബുക്കിലാണ്. എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. സി ആദ്യം കറക്റ്റ് എൻട്രി എഴുതി പഠിക്കാം. കറക്റ്റ് എൻട്രി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുംതാസ്, എൻട്രി വരേണ്ടത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മുംതാസ് എന്നാണ്. എമൗണ്ട് വിൽ ബി 4,000. ഇതായിരുന്നു കറക്റ്റ് എൻട്രി. ബട്ട് എറർ അല്ലെങ്കിൽ നമുക്ക് റോങ് ആയിട്ട് എൻട്രി കൊടുത്തത് സെയിൽസ് ആണ്. അതായത് മുംതാസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് റെക്കോർഡ് ചെയ്തത് സെയിം എമൗണ്ട് 4,000 റെക്കോർഡ്. പക്ഷേ ഇത് വലിയ മിസ്റ്റേക്കാണ്, ബിഗ് മിസ്റ്റേക്ക് അല്ലേ, വലിയ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് ഇതിന്റെ റെക്ടിഫിക്കേഷൻ കോമ്പൗണ്ട് എൻട്രിയാണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് റോങ് ആയി കിടക്കുന്നത്. സെയിൽസ് ക്രെഡിറ്റ് റോങ് ആണ്, അത് നമുക്ക് ഡെബിറ്റ് കൊടുക്കാം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ റോങ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് കൊടുത്തു, അത് ഓക്കെ. ഇനി ഡെബിറ്റിൽ ആര് വരണം? പർച്ചേസ് വരണം. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 4,000 വരുന്നു. ദെൻ ക്രെഡിറ്റ് മുംതാസ് തന്നെയാണ് വരേണ്ടത്. മുംതാസിന് 8,000 കൊടുക്കണം. ഡെബിറ്റ് ഓൾറെഡി മുംതാസിന് ഒരു 4,000 ഉണ്ട്. അപ്പോൾ 8,000 ക്രെഡിറ്റ് കൊടുത്താൽ മാത്രമേ ക്രെഡിറ്റിലേക്ക് 4,000 മാറൂ. സോ ഇത് കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് കോമ്പൗണ്ട് എൻട്രി ഉള്ള റെക്ടിഫിക്കേഷൻ എൻട്രീസും മക്കൾ പ്രാക്ടീസ് ചെയ്യണം.